മണർകാട് പള്ളിയിൽ പോയി ആകാശ ഊഞ്ഞാലിൽ കയറി വീണാൽ അമ്മ സഹായിക്കില്ല, അച്ഛനും. ക്രൈസ്തവ സഭകളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അധോലോക സംഘങ്ങളെക്കാൾ ഭീകര കേന്ദ്രങ്ങളാണെന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഇതാ മറ്റൊരു തെളിവ് കൂടി. പക്ഷേ ഇതൊന്നും ഇവിടെ വരുന്ന മൊണ്ണകളായ ഭക്തജനങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. അവർ എല്ലാ വർഷവും കൃത്യമായി കൊണ്ട് നേർച്ച കാഴ്ചകൾ ഇവിടങ്ങളിൽ കൊണ്ടയിടുന്നു. പരിധിയില്ലാത്ത ആ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഇത്തരം കേന്ദ്രങ്ങളുടെ ഭരണം ആ പള്ളിയിലെ ഏറ്റവും തെമ്മാടികളും ആഭാസന്മാരും ഗുണ്ടകളുമൊക്കെ ആയിരിക്കും നിയന്ത്രിക്കുന്നത്. അവിടെ പണിയെടുക്കുന്ന പാതിരികൾക്കോ സഭാധ്യക്ഷന്മാർക്കോ പോലും ഇവരെ നിയന്ത്രിക്കുവാനോ ഒന്ന് ശാസിക്കുവാനോ സാധ്യമല്ല. അപ്രകാരം ശ്രമിച്ചാൽ അവർ കിട്ടും, പണി കിട്ടും. മണർകാട് പള്ളിയിലെ സ്ഥിതിയും ഇപ്പോൾ ഏതാണ്ട് അതാണ്. ഭരണസമിതിക്ക് പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന പണം തികയാതെ വന്നപ്പോഴാണ് ഇവർ 8 നോയമ്പ് സീസൺ കഴിഞ്ഞപ്പോൾ മെയ് മാസത്തിൽ പള്ളി കോമ്പൗണ്ടിൽ കുലുക്കിക്കുത്തും അമ്യൂസ്മെന്റ് പാർക്കും അടക്കം ഒരു കാർണിവൽ സംഘടിപ്പിച്ചത്. ഇതിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പാണ് ഭരണസമിതി നടത്തുന്നത് എന്ന് ഇടവക്കാർ തന്നെ i2 ന്യൂസിനോട് വെളിപ്പെടുത്തി. പുതുപ്പള്ളി പെരുന്നാളിന്റെ ജനബാഹുല്യം കുറയ്ക്കുവാൻ ആ ആളുകളെയും കൂടെ മണർകാട്ടിലേക്ക് ആകർഷിക്കുവാനായി ആണത്രേ മണർകാട് പള്ളിയിൽ കുലുക്കിക്കുത്തും അമ്യൂസ്മെന്റ് പാർക്കുമൊക്കെ ഈ കഴിഞ്ഞ 2 വർഷമായി മെയ് മാസത്തിൽ ഇവർ നടത്തുന്നത്. കാർണിവലിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും സ്റ്റാളുകൾ വിൽപ്പന നടത്തുന്നതിലും അമ്യൂസ്മെന്റ് പാർക്കുകൾ അനുവദിക്കുന്നതിലുമെല്ലാം കോടികളുടെ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇടവക്കാർ പക്ഷേ ഇതൊന്നും അറിയുന്നില്ല എന്ന് മാത്രം. കാർണിവലിൽ ഇക്കഴിഞ്ഞ മെയ് 4-ന് ടിനു ഫിലിപ്പ് എന്ന വീട്ടമ്മയ്ക്ക് ആകാശത്തൊട്ടിലിൽ കയറി അപകടമുണ്ടായപ്പോൾ കാരിത്താസ് ആശുപത്രിയിൽ എത്തി ആശുപത്രി അധികൃതരോട് മോഹന വാഗ്ദാനങ്ങൾ നൽകി, ഞങ്ങൾ മണർകാട് പള്ളിയിലെ ട്രസ്റ്റിമാരാണ്, പണം എത്രയായാലും കുഴപ്പമില്ല, ഞങ്ങളത് തന്നുകൊള്ളാം എന്ന് വാഗ്ദാനം നൽകി, ഉറപ്പ് നൽകി വിശ്വാസവഞ്ചന കാണിച്ച മണർകാട് പള്ളി ട്രസ്റ്റിമാർ ഇവരാണ്. സുരേഷ് കെ എബ്രഹാം കണിയാപ്പറമ്പിൽ, ബെന്നി ടി ചെറിയാൻ താഴത്തെടുത്ത്, ജോർജ് സക്കറിയ ചെമ്പോല പുത്തൻപുരയിൽ. സർജറി കഴിഞ്ഞ് 9,56,300 രൂപ ബില്ല് വന്നപ്പോൾ 4 ലക്ഷം രൂപ ഗോൾഡൻ അമ്യൂസ്മെന്റ് പാർക്കുകാരനെ കൊണ്ടും വെറും 50,000 രൂപ പള്ളിയും ഇട്ട് ആശുപത്രിയിൽ കൊണ്ടടച്ചു. ബാക്കിയുള്ള 5,06,300 രൂപ കൊടുക്കാമെന്നേറ്റ ട്രസ്റ്റിമാർ പിന്നീട് ഫോൺ പോലും എടുക്കാതെ മുങ്ങിക്കളഞ്ഞു. ന്യൂറോ സർജറി കഴിഞ്ഞ് ഓർമ്മ പോലുമില്ലാതെ കിടന്ന ടിനു ഫിലിപ്പിനെ 2 ദിവസം കാരിത്താസിൽ പിടിച്ചു കിടത്തി. ഫൈനൽ ബിൽ സെറ്റിൽമെന്റ് നടത്താതിന്റെ പേരിലായിരുന്നു ഇതെന്ന് ഓർക്കണം. അവസാനം ആശുപത്രിക്കാരും ഈ നാണംകെട്ട ട്രസ്റ്റിമാരെ പലതവണ വിളിച്ചെങ്കിലും അവർ ഫോൺ എടുത്തില്ല. അവസാനം കാരിത്താസുകാർ ദയ തോന്നി ആ വീട്ടുകാരുടെ വാക്കുകൾക്ക് വില കൊടുത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അവരെ പറഞ്ഞു വിടുകയായിരുന്നു. അന്ന് ഈ 3 ട്രസ്റ്റിമാരുടെ കൂടെ ഉണ്ടായിരുന്ന ലിറ്റു ടി ജേക്കബ് തണ്ടാശ്ശേരി എന്ന പാതിരിയെ ഞങ്ങൾ വിളിച്ചപ്പോൾ ലഭിച്ച പ്രതികരണം കേൾക്കുക. ഹലോ ഹലോ, ലിറ്റു അച്ഛനാ? അതെ, എന്റെ പേര് സുനിൽ മാത്യു. ഞാൻ i2 ന്യൂസ് ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുകയാണേ. ഞാൻ വിളിച്ചതേ, നമ്മുടെ അന്ന് ഒരു കാർണിവൽ ഉണ്ടായി, അന്നൊരു അപകടം ഉണ്ടായിരുന്നല്ലോ മണർകാട് പള്ളിയിലെ. അതെ അതെ, മെയ് മാസം നടന്നേ. അന്നേരം ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട അന്നേരം അതിന്റെ ആ അപകടം പറ്റി അവരുടെ ഹസ്ബൻഡുമാരുടെ വീട്ടുകാരും എല്ലാം നമ്മളെ കണ്ടിരുന്നേ. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇഷ്യൂ. അന്നേരം അവർ പറയുന്നത് അവരെ ഇതുപോലെ ചികിത്സാ ചെലവെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ അവസാനം വഞ്ചിച്ചു പള്ളിക്കാരെ. 50,000 രൂപയെ കൊടുത്തുള്ളൂ. എന്നിട്ട് ഒരു 25,000 രൂപയുടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് കൊടുത്തത് ഇൻ കേസ് ഓഫ് ഡെത്ത് ഉണ്ടായാൽ എന്ന് പറഞ്ഞ്, അത് ഡെത്ത് ഉണ്ടായാൽ 1 ലക്ഷം രൂപയും പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടായാൽ 50,000 രൂപയും കിട്ടുന്ന ഒരു വ്യാജ പേപ്പർ കൊടുത്തവരെ കബളിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതിന്റെ ഒരു വാസ്തവം എന്നറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത്. അല്ലെ, പള്ളി അങ്ങനെ ഇങ്ങനെ വ്യാജ പേപ്പർ കാണിച്ചെന്ന് അങ്ങനെ അവരെല്ലാം പറഞ്ഞവര്? അതോ അല്ല, ഈ പരിപാടി നടന്നത് മണർകാട് നമ്മുടെ കോമ്പൗണ്ടിൽ നടന്ന നമ്മുടെ പരിപാടിയല്ലേ, നമ്മൾ ഓർഗനൈസ് ചെയ്ത പരിപാടിയല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്നേരം അച്ഛനടക്കം അവിടെ പള്ളിയിൽ ഈ പറയുന്ന കാരിത്താസ് ഹോസ്പിറ്റലിലും ഈ 50,000 രൂപ കൊടുക്കുന്ന സമയത്തും താങ്കളുള്ള ഫോട്ടോയോ വീഡിയോ അടക്കം അവരുടെ ഉണ്ട്. അന്നേരം അന്ന് കൂടെ ഉണ്ടായിരുന്നത് അച്ഛനാണെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ പോയ വിവരം അത് ഞാൻ പറയാം. ഞാൻ രാവിലെ ഞങ്ങളവിടെ ആക്സിഡന്റ് ഉണ്ടായി. രാവിലെ പുള്ളിക്കാരി ആശുപത്രിയിലാന്ന് അറിഞ്ഞു. അത് ഒന്ന് കാണാൻ അവിടെ ചെന്നു. പുള്ളിക്കാരി അന്ന് കാണാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്തോ പ്രിപ്പയർ ആകുന്ന സമയമായിരുന്നു. കാണാൻ പറ്റിയില്ല. അവരുടെ ഹസ്ബൻഡിനെ കണ്ടു. പിന്നെ അവരുടെ കസിൻ ഒരാളെ കണ്ടു. അവരെന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരോട്
പൈസ കൊടുക്കുന്ന കാര്യത്തെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ 2 ട്രസ്റ്റിമാര് ബെന്നി, സുരേഷ് ഇവരൊക്കെയാണത് കമന്റ്. അന്നേരം ഞങ്ങൾ ആ PRO ആയിട്ട് സംസാരിച്ചു. അന്നേരം അവരും അത് എഗ്രി ചെയ്തിട്ടുണ്ട്. കാരണം ഇവരെ ഈ പേഷ്യന്റിനെ അറിയത്തില്ലല്ലോ. അന്നേരം അവര് അത്രയും കെയർ കൊടുക്കുകയും എല്ലാം ചെയ്തത് ഇവര് ചെന്ന് നേരിട്ട് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും എന്ത് ചികിത്സയും നൽകാം, ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ്, ഞങ്ങളത് നോക്കിക്കൊള്ളാം, എന്ത് ചികിത്സയും നൽകാം എന്ന് ഈ PROയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് അഡ്വാൻസ് ഒന്നും മേടിക്കാതെ തന്നെ ഈ ഇത്രയും മൾട്ടിപ്പിൾ ഫ്രാക്ചറും ഹെഡ് ഇഞ്ചുറിയും ഒക്കെ ഉണ്ടായിരുന്ന വളരെ സിവിയർ ആയിട്ടുള്ള ഈ കേസ് അവര് അഡ്വാൻസ് ഒന്നും മേടിക്കാതെ ഹാൻഡിൽ ചെയ്ത് മണർകാട് പള്ളിയിലെ ട്രസ്റ്റിമാര് ചെന്ന് പറഞ്ഞതിന്റെ ഒരൊറ്റ ബലത്തിലാണ്. അങ്ങനെ 9 ലക്ഷത്തി സംതിങ് എമൗണ്ട് അടച്ച് ഇതിനകത്ത് ഈ അമ്യൂസ്മെന്റ് പാർക്കാരൻ, ഗോൾഡൻ അമ്യൂസ്മെന്റുകാരൻ, അവൻ കൊണ്ട് 4 ലക്ഷത്തി സംതിങ് അടച്ചു. ബാക്കി 5,60,60,000 രൂപ അടയ്ക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഇവർ പിന്നെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അവസാനം ഇവരുടെ എഗ്രിമെന്റില്ല, ഇൻഷുറൻസ് പൈസ കിട്ടുമ്പോൾ കൊടുക്കാമെന്നുള്ള ഇവരുടെ എഗ്രിമെന്റിന്മേല് ഈ പേഷ്യനെ 2 ദിവസം പോളിട്രോമ കിടന്ന അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ആ പേഷ്യനെ 2 ദിവസം പൈസ ഇല്ലെന്നുള്ള രീതിയിൽ അവിടെ കാരിത്താസിലിട്ടു. ന്യൂറോ സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻ എന്ന് ഓർക്കണം. അന്നേരം അവരുടെ ബാക്കി ന്യൂറോ റീഹാബ് പരിപാടികൾക്കോ മറ്റോ തുടർ ചികിത്സയ്ക്കോ ഒന്നും പോകാൻ വയ്യാതെ 2 ദിവസം കാശില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇവർ റെസ്പോണ്ട് ചെയ്യാതിരുന്നത് വളരെ മോശം. പ്രത്യേകിച്ച് മണർകാട് പള്ളി പോലൊരു പ്രസ്ഥാനത്തിൽ നമ്മുടെ കോമ്പൗണ്ടിൽ റെസ്പോണ്ട് ചെയ്യാതിരുന്നു എന്ന് പറയുന്നത് വളരെ മോശം. അവിടെ ചെന്നപ്പം അവര് ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ പിച്ചക്കാശ് വേണ്ടെന്ന് പറഞ്ഞ് അതിനകത്ത് ഒരാള് അവര് പള്ളിയിൽ നിന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. പള്ളിയിൽ നിന്ന് പറഞ്ഞതാണ്, അതായത് നിങ്ങൾ ഒരു പള്ളിക്കൊരു നിങ്ങളിപ്പോൾ സംഭവിച്ചു പോയി, പള്ളിക്കിപ്പം പള്ളിയുടെ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ട്രസ്റ്റിക്കോ സെക്രട്ടറിക്കോ ആർക്കോ 1 രൂപ പോലും എടുത്ത് അവിടെ കൊടുക്കുവാൻ പറ്റത്തില്ല പള്ളിയുടെ സംവിധാനത്തിൽ. പള്ളിയുടെ കമ്മിറ്റി കൂടിയിട്ട് ഈ വിവരങ്ങൾ അറിയിച്ച ശേഷം ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ആപ്ലിക്കേഷന് പള്ളിക്ക് കൊടുക്കാനായിട്ട് അവരോട് പറഞ്ഞായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോമ്പൗണ്ടിൽ നമ്മൾ നടത്തിയ പരിപാടി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതുപോലെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, മാറാൻ പറ്റും. സാറ് പറഞ്ഞ അഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആ അഗ്രിമെന്റിൽ എന്താണ് എന്നുള്ള സാറ് വായിച്ചായിരുന്നു? അതോ അതിനകത്ത് പറ്റി ഏത് അഗ്രിമെന്റിന്റെയാ? ഈ പള്ളിയും ഈ അമ്യൂസ്മെന്റ് കാര്യം തമ്മിലുള്ള അഗ്രിമെന്റ് എന്താണ്? അതിന്റെ വ്യവസ്ഥകൾ എന്താണ്? അതിനകത്ത് ഇത് പൂർണ്ണമായും ഈ പറയുന്ന ഈ പരിപാടികൾ നടത്തുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം, അതിന്റെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കി അറിഞ്ഞ കാര്യം കേട്ടോ. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന കമ്പനിക്കാണെന്നതിനകത്ത് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് മണ്ണർകാട് പള്ളിയാ. തീർച്ചയായിട്ടും ഒരു അമ്യൂസ്മെന്റ് പാർക്ക് നടത്തി ഉപജീവനം കഴിയേണ്ട ഒരു ഗതികേട് ആ പള്ളിക്കുണ്ടോ? നമ്മൾ നടത്തുന്ന അല്ലല്ല, നമ്മുടെ സ്ഥലത്തിൽ ഈ പറയുന്ന പോലെ ഉത്സവപ്പറമ്പിൽ കൂടെ പോകുന്ന യുവമാരെ വിളിച്ച് നമ്മൾ അവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ പരിപാടി നടത്തിയിട്ട് നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റിനകത്ത് ഇങ്ങനെ അങ്ങനെയാന്ന് പറയുമ്പോൾ ഇത് അറിയാൻ വയ്യാത്ത ഒന്ന്, നിങ്ങളത് പരസ്യം ചെയ്യണമായിരുന്നു പൊതുജനങ്ങളോട്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്, നിങ്ങൾ സൂക്ഷിക്കുക. ഇത് ഈ അമ്യൂസ്മെന്റ് നടത്തിപ്പുകാരന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ തമ്മിലുള്ള രണ്ട് പാർട്ടികൾ തമ്മിലുള്ള എഗ്രിമെന്റ്. വേറൊരു കാര്യം, മണർകാട് പള്ളിയിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഈ അപകടം പറ്റിയ ഒരാളെ കാണാനായിട്ട് പോയി എന്ന് മാത്രം ഞാൻ ചെയ്തിട്ട്, ഞാൻ ഈ പറയുന്ന ഒരു വികാരി എന്ന നിലയ്ക്ക് നമുക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലേ? ഇല്ല, വികാരി എന്ന പറയട്ടെ, മണർകാട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ കാര്യങ്ങളാണ് അവിടുത്തെ അച്ഛന്മാർ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങൾ ട്രസ്റ്റി, സെക്രട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്. ആ ഭരണ സംവിധാനമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പൊതുജനങ്ങളെ നമുക്ക് അറിയിക്കേണ്ടേ? ഞങ്ങൾക്ക് ഈ ആത്മീയ കച്ചവട പരിപാടികൾ മാത്രമേ ഉള്ളൂ, ഇത് ഞങ്ങളുടെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഉത്തരവാദിത്വം ഇല്ലെന്ന് എഴുതി ബോർഡ് വെക്കണ്ടേ? അല്ലല്ല സാർ, അങ്ങനെ പറയരുത്. പൊതുവായിട്ട് ഇതിനെ കുറിച്ച് അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞത് മണർകാട് പള്ളിയിലെ സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത് സാർ. ഇത് പൊതുവായിട്ട് അതിനെക്കുറിച്ച് അങ്ങനെ പറയല്ലേ. ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ. മണർകാട് പള്ളിയെ സംബന്ധിച്ച് ഇതാണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് ഇതിന്റെ ഞാൻ അവിടെ പോയി എന്ന് മാത്രമേ, ആ രോഗിയെ കണ്ടു അല്ലെങ്കിൽ അപകടം പറ്റിയ ആളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാണാൻ പറ്റിയില്ല. ഞാൻ അവരുടെ വീട്ടുകാരോടോ അവരുടെ ആളുകളോ ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സാർ അവരെ വിളിച്ച് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുക. എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് കാരിത്താസിലെ ഡോക്ടർമാരോടോ PROയോടോ അവിടുത്തെ ഡയറക്ടർ അച്ഛന്മാരോടോ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് മണർകാട് പള്ളി പോലുള്ള ഒരു പ്രസ്ഥാനത്തില് ഇതുപോലെ നിങ്ങൾ ഒരു പരിപാടി നടത്തിയിട്ട് അവസാനം നിങ്ങൾ തമ്മിൽ ഈ അമ്യൂസ്മെന്റ് നടത്തിപ്പുകാരനും നിങ്ങൾ തമ്മിൽ ഒരു ധാരണയില്ലാതെ അവരോട് പല ആവർത്തിയിട്ട് പല കാര്യങ്ങൾ പറഞ്ഞപ്പം അവര് പറഞ്ഞൊരു കാര്യം ഇതാണ്,
മണർകാട് പള്ളിയുടെ തെണ്ടി പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഉപജീവനമാർഗം കഴിക്കട്ടെ, അല്ല ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ വേണ്ട. അല്ല, അവരോട് നിങ്ങൾ കമ്മിറ്റിയുടെ മുന്നിൽ അപേക്ഷയുമായിട്ട് ചെല്ലാനൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും അപേക്ഷയായിട്ട് ചെല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അപേക്ഷയായിട്ട് ചെല്ലാനല്ല പറഞ്ഞത്. നിങ്ങളൊരു കാര്യം, നിങ്ങളൊരു പേപ്പർ എഴുതി അവര് നേരിട്ട് വരണമെന്നൊന്നും പറഞ്ഞില്ല, നേരിട്ട് വരണമെന്നോ ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം ഒന്ന് പ്രസന്റ് ചെയ്യേണ്ട ഇവിടെ. ഇത് അവര് വിളിച്ചേക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ട്രസ്റ്റിംഗ് സെക്രട്ടറി ഇവരാരും റെസ്പോണ്ട് ചെയ്യാത്ത, അതായത് ഇവരൊന്ന് റെസ്പോണ്ട് ചെയ്യുക. ഇങ്ങനെ ഉണ്ടായ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ആളുകളോടൊന്ന് റെസ്പോണ്ട് പോലും ചെയ്യണ്ടേ? അല്ല, ഞാൻ അവർ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യായിരുന്നുണ്ട്. എന്നെ 2 പ്രാവശ്യം വിളിച്ചു, 2 പ്രാവശ്യം റെസ്പോണ്ട്. ഒരു പ്രാവശ്യം ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചു, ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. ഒരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഓപ്പറേഷൻ ആണ്, ഓപ്പറേഷൻ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ തിരിച്ചു വിളിച്ചു, ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് ചോദിച്ചു, കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാറേ ഈ കാര്യം ഞാൻ വന്ന ഒരു കമ്മിറ്റ്മെന്റും ഞാൻ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആശുപത്രിക്കോ കൊടുത്തിട്ടില്ല, ഒരു കമ്മിറ്റ്മെന്റും കൊടുത്തിട്ടില്ല. ഞാൻ അവിടെ വന്ന് അപകടം പറ്റിയ ആളെ കാണാൻ വേണ്ടി അവിടെ വന്നു. അതിനുശേഷം അവിടെ ഹസ്ബൻഡിനെ അവിടെ ബന്ധത്തിൽപ്പെട്ട ആളെ കണ്ടു. ഞാൻ കാരിത്താസ് ആശുപത്രിക്കോ പൈസ കൊടുക്കുക, അത് പൈസ കൊടുക്കാൻ പറയാൻ മാറ്റുള്ള അധികാരം എന്നെ സംബന്ധിച്ചിടത്തോളം മണ്ടാട് പള്ളിയിൽ ഞാൻ ചോദിക്കുന്നത് ഒരു ഉത്തരവാദിത്വം ഇല്ല. നമുക്ക് ഈ ഒരു അപകടം നടന്നതിനകത്ത് നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അച്ഛൻ ഉത്തരവാദിത്വമല്ല, ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മണർകാട് പള്ളിക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ? സാറേ, മണർകാട് പള്ളി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ സമയത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അവര് ആശുപത്രി കൊണ്ടുപോയിട്ട് അന്ന് രാത്രി മുഴുവൻ മണർകാട് പള്ളിയുടെ ആളുകൾ അവിടെ നിൽക്കുകയും അതിന്റെ അപകടസ്ഥിതിയിൽ എല്ലാവരും പറയും അപകടസ്ഥിതി തരണം ചെയ്യുന്നിടം വരെ അവരവിടെ ഈ 9,68,000 രൂപ ബില്ലായിട്ട് മണർകാട് പള്ളി എന്ത് കൊടുത്തു? 5 ലക്ഷം രൂപകളും മറ്റു 2 കൂട്ടർ കൊടുത്തിട്ടില്ല സാറേ അവിടെ. അല്ല, 5 ലക്ഷം രൂപ ആര് കൊടുത്തു? ഈ കമ്പനിക്കാർ ഇത് വെച്ചിട്ട് ഗോൾഡൻ അമ്യൂസ്മെന്റുകാരൻ കൊണ്ട് 4 ലക്ഷത്തി സംതിങ് കൊടുത്തു. 4.5 ലക്ഷം രൂപ കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4,50,000 രൂപ നിങ്ങൾ ക്യാഷും കൊടുത്തു. 50,000 കൊണ്ട് നിങ്ങൾ ക്യാഷ് കൊടുത്തു. ഈ 4 ലക്ഷം കൊണ്ട് അവനും അടച്ചു. അപ്പൊ അത് പിറ്റേ ദിവസം കൊണ്ട് ഈ 4.5 ലക്ഷം അവര് പറഞ്ഞതനുസരിച്ച് അടച്ചിട്ടുണ്ട്. 4.5 ലക്ഷവും പിന്നെ 50,000 രൂപ ഏതാണ്ട്. അല്ല, 4 ലക്ഷവും 4.5 ലക്ഷം രൂപ അവർ കൊടുത്തുണ്ട്. ബാക്കി 5 ലക്ഷത്തി സംതിങ് എമൗണ്ട് ആയിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ 2 ദിവസം 4.5 ലക്ഷം രൂപ അവർ അടച്ചു. 50,000 രൂപ പള്ളിയുടെ ക്യാഷ് ആയിട്ട് അവിടെ അന്നത്തെ ചെലവിനായിട്ട് കൊടുത്തു. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ 5 ലക്ഷം. എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായ ബന്ധപ്പെട്ടാൽ പോരെ, നമുക്ക് നേരിട്ട് അറിയാമല്ലോ. അവർക്ക് ഒരു മാനിപ്പുലേഷൻ നടത്താൻ പറ്റില്ല. സാറിന് കൃത്യമായിട്ട് ധാരണ ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ ട്രസ്റ്റി അത് അവിടെ പോയിട്ട് ഈ കമ്മിറ്റ്മെന്റ് എന്തെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞ ട്രസ്റ്റിമാരുമായിട്ട് ചോദിച്ചാൽ മാത്രമേ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഡീലിങ്സ് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവരുമായിട്ട് ഒരു ഡീൽ ചെയ്തിട്ടുമില്ല, പൈസയുടെ കാര്യം ഡീൽ ചെയ്തിട്ടില്ല. എന്നെ ഒരു പ്രാവശ്യം വിളിച്ചപ്പം ഞാൻ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. ഈ ഒരു വിശ്വാസവഞ്ചനയുടെ ഈ ഒരു കേസ് ഇവിടുന്ന് നിങ്ങളുടെ ബിൽഡിംഗ് പണിയുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ് ബിൽഡിംഗ് പണിയുമായിട്ട് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ് കൺസ്ട്രക്ഷൻ നടത്തിയ അയാളെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇയാള് കോടികൾ പറ്റിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ വന്നപ്പോൾ ഒന്നുകൂടെ മണർകാട് പള്ളിയുടെ ബന്ധപ്പെട്ട അതിന്റെ ട്രസ്റ്റിമാരുമായിട്ടും ഭരണസമിതിയായിട്ടും ചോദിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാന്നുള്ള എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. കൃത്യമായിട്ട് അവരോട് ചോദിച്ചിട്ട് അവരോട് ഇതിനെപ്പറ്റി കൃത്യമായ എഗ്രിമെന്റിനെ കുറിച്ചോ കൊടുത്തതിനെ കുറിച്ചോ പൈസയെ കുറിച്ചോ അവർ തമ്മിൽ ഡീലിങ്സിനെ കുറിച്ചോ എന്താന്ന് വെച്ചാൽ സാറ് അവരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ, ഞാൻ ഇവരുടെ കാണാൻ പോയെന്ന് ഒരു അപകടം സംഭവിച്ച ഒരാളെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ അത് ഞാനൊരു വൈദികൻ എന്ന നിലയിൽ പോയി കണ്ടു. കാണാൻ പറ്റിയില്ല, ഇങ്ങനെയാണ് സംഭവം. അവർ തിരിച്ചു പോകുന്നത്. അവർ ഹസ്ബൻഡിനെ കണ്ടു, വീട്ടുകാരെ കണ്ടു. ഞാൻ ഒരു കമ്മിറ്റ്മെന്റും ആരോടും അവരുടെ വീട്ടുകാരോടും പറഞ്ഞിട്ടില്ല, ആശുപത്രിയോടും പറഞ്ഞിട്ടില്ല, ഒരു കാരണവശാലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കർത്തവ്യം ഇതേ ഉള്ളൂ. അല്ല, ഞാൻ അവിടുത്തെ ഏറ്റവും 10ാമത്തെ ഒരച്ഛനാണ്. 10 അച്ഛന്മാരുള്ളിൽ 10ാമത്തെ ഒരച്ഛനാണ്. സാറൊരു കാര്യം കൃത്യമായിട്ടും അതിനെപ്പറ്റി പള്ളിയുടെ ഭരണസമിതിയായിട്ട് മറ്റ് ക്രമീകരണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ട്രസ്റ്റിമാരെ ഞങ്ങൾ വിളിച്ചെങ്കിലും തിരിച്ചു വിളിക്കാമെന്ന് അറിയിച്ചെങ്കിലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം അവർക്ക് എന്ത് പറയാൻ സാധിക്കും? മണർകാട് പള്ളിയിലെ ബോധമുള്ള വിശ്വാസികൾ ഈ ഭരണസമിതിയോട് പറഞ്ഞു കൊടുക്കണം, അമ്യൂസ്മെന്റുകാരനും പള്ളിയും തമ്മിലുണ്ടാക്കിയ ഉടായ്പ് എഗ്രിമെന്റുകൾക്ക് ഒരു കടലാസ് കഷ്ണത്തിന്റെ വില പോലും ഉണ്ടാവില്ല എന്ന്. ഒരു പ്രശ്നമുണ്ടായാൽ അത് മണർകാട് പള്ളിയെ മാത്രമേ ബാധിക്കൂ എന്ന്. ഒരു ആരാധനാലയത്തിന്റെ പ്രത്യേകിച്ച് 2017 ജൂലൈ 3 വിധിയുടെ പശ്ചാത്തലത്തിൽ ആരാണ് നിങ്ങൾക്ക് പള്ളി കോമ്പൗണ്ടിൽ കുലുക്കിക്കുത്തും അമ്യൂസ്മെന്റ് പാർക്കും നടത്തി കോടികൾ ഉണ്ടാക്കുവാനും ആളുകളെ കൊല്ലാനും അധികാരം നൽകിയത്? ഇത് ഉത്സവപ്പറമ്പ് കച്ചവടം നടത്തുന്ന ആക്രകൾ തമ്മിലുള്ള
ചെറിയ പ്രശ്നമല്ല. നൂറ്റാണ്ടുകൾ പഴക്കവും പാരമ്പര്യവുമുള്ള വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള തീർത്ഥാടന കേന്ദ്രമായ മണർകാട് പള്ളിയിലെ ഭാരവാഹികളാണ് ഈ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനം. ഇത് പള്ളിയിലെ അരിപ്രാഞ്ചികളുടെ ഈഗോ കാണിക്കുവാനുള്ള സ്ഥലമല്ല. കണ്ട ഉടായ്പകളെ പള്ളിപ്പറമ്പിൽ വിളിച്ചു കയറ്റി, നാട്ടുകാരെ കാർണിവൽ എന്നും പറഞ്ഞ് വലിച്ചു കയറ്റി ജീവൻ അപകടത്തിലാക്കിയിട്ട് ഒരു കുടുംബത്തെ നശിപ്പിച്ചിട്ട് മുങ്ങി നടക്കുക. നാണം കെട്ട ഈ ട്രസ്റ്റിമാരെ വെറുതെ വിടരുത്. മണർകാട് പള്ളിക്ക് കാശില്ലെങ്കിൽ ഭരണസമിതി ഇറങ്ങി റോഡിൽ പാട്ടപ്പിരിവ് നടത്തുക, ഇത്തരം ഉടായ്പകൾ ഇവരുടെ സ്ഥിരം തൊഴിലാണ് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇവന്മാരാൽ കബളിപ്പിക്കപ്പെട്ടവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. മണർകാട് പള്ളിയിൽ കോടികളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തി ഭരണസമിതി ഒടുവിൽ പറ്റിച്ച ഒരു കോൺട്രാക്ടർ ആത്മഹത്യയുടെ വക്കീലാണ്. കോടികളാണ് ഇദ്ദേഹത്തിന് കിട്ടുവാനുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം. യാക്കോബായ സഭാ നേതൃത്വം ഇത്തരം നാരത്തരങ്ങൾക്ക് അധ്യക്ഷത വഹിക്കരുത്. പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.